ഹലോ, അങ്ങനെ ഷബാന മെഹബൂദിൻ്റെ പുതിയ പ്രപ്പോസലുകളൊക്കെ വന്നിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 5 or 6 പ്രപ്പോസലുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് നല്ലതാണോ മോശമാണോ ഒന്നും വരും കാലങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയത്തുള്ളൂ. ഈ പ്രപ്പോസലിനകത്ത് എത്രണ്ണം അംഗീകരിക്കും എന്നും വരും കാലങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇതൊരു പ്രപ്പോസലാണ്, അതുകൊണ്ട് ആരും ഓർത്ത് പ്രയാസപ്പെടുകയൊന്നും ചെയ്യേണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട പ്രപ്പോസൽ എല്ലാവരും കേട്ടതുപോലെ 5 വർഷം ILR എന്നുള്ളത് അവരത് 10 വർഷവും ഇല്ലീഗൽ ഇമിഗ്രൻസിന് 20 വർഷവും ആക്കി മാറ്റാൻ അവർ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും 5 വർഷം എന്നുള്ളത് 10 വർഷമാക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഇമിഗ്രേഷൻ നിയമത്തിൻ്റെ മാറ്റം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞാൽ ഹൈ ഏണേഴ്സ്, അതായത് ഒരുപാട് ശമ്പളം ലഭിക്കുന്ന ആൾക്കാർക്കും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും ഈ പറയുന്ന 10 വർഷമല്ല 5 വർഷമല്ല 3 വർഷം കൊണ്ട് ILR കൊടുക്കാനുള്ള ഒരു നിയമം പ്രപ്പോസലും ഇതിനകത്തുണ്ട്. ഒരുപാട് ശമ്പളം ഉണ്ടാക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും 3 വർഷം കൊണ്ട് ILR. പിന്നുള്ളത് നല്ലൊരു കാര്യം പറയുന്നത് NHS വർക്കേഴ്സ്, ഡോക്ടേഴ്സ്, നേഴ്സസ്, എസ്പെഷ്യലി NHS ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് 5 വർഷം തന്നെയാണ് നിലവിൽ സമയം വെച്ചിരിക്കുന്നത്. അവർക്ക് 5 വർഷം കൊണ്ട് ILRന് അപ്ലൈ ചെയ്യാനുള്ള പ്രപ്പോസലാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. പിന്നുള്ള പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ബെനിഫിറ്റുകൾ, അതായത് നമുക്കറിയാം ഒരുപാട് ആൾക്കാർ ഇവിടെ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാം. അപ്പോൾ നമുക്ക് ILR കിട്ടാതെ ബെനിഫിറ്റ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരുടെ ഈ പറഞ്ഞ ILRൻ്റെ സ്റ്റാറ്റസും 20 വർഷമാക്കി മാറ്റാനാണ് ഇപ്പോൾ റെക്കമെൻഡേഷൻ ചെയ്യുന്നത്. അതായത് ILR ഇല്ലാതെ PR ഇല്ലാതെ നമ്മൾ ബെനിഫിറ്റ് ക്ലെയിം ചെയ്താൽ അത് 20 വർഷമാക്കി നമ്മളുടെ ഇത് മാറ്റാനാണ് ഒരു പ്രപ്പോസൽ ഉള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളാരും ഈ PR പേടിച്ച് ആരും ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാറില്ല എന്നത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നുള്ളത് നമുക്കറിയാം ഇല്ലീഗൽ മൈഗ്രൻസ്, അതായത് റെഫ്യൂജികൾ ഇവിടെ വന്ന് ഇല്ലീഗൽ മൈഗ്രൻസ് അല്ല റെഫ്യൂജികൾ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു 5 വർഷം നിയമപ്രകാരം പറയുന്ന 5 വർഷം അവർക്ക് ഈ നാട്ടിൽ വിഷയമില്ലാതെ താമസിക്കാം. 5 വർഷം കഴിയുമ്പോഴാണ് ഇവരുടെ ഇത് പരിശോധിക്കപ്പെടുന്നത്, ഇവർക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇത് മാറ്റി ഇനി ഇല്ലീഗൽ മൈഗ്രൻസ്, അതായത് റെഫ്യൂജികൾ വന്നു കഴിഞ്ഞാൽ ഈ റെഫ്യൂജികളായിട്ട് വരുന്ന ആൾക്കാർക്ക് 30 മാസം മാത്രമേ അവരോട് താമസിക്കാൻ അനുവദിക്കത്തുള്ളൂ. 30 മാസം കഴിഞ്ഞ് അവർ വന്ന രാജ്യത്ത് അവർ സേഫ് ആണോ അല്ലയോ എന്ന് നോക്കിയിട്ട് അവർ തിരിച്ചയക്കാൻ നോക്കും. അങ്ങനെ തിരിച്ചു പോകണം എന്നുള്ളതാണ് ഒരു നിയമം പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇനിയുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിനെ തിരിച്ചു വിടുന്നതും റിമൂവലും ഡിപ്പോർട്ടേഷനും അതൊക്കെ ഇനിയും നേരത്തെ ഉള്ളതിനേക്കാൾ കൂട്ടാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഇപ്പോഴത്തെ നിയമം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ILR കിട്ടിയാലും ഇനി ബെനിഫിറ്റുകൾ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അതായത് പൗരത്വം എടുത്താൽ മാത്രമേ ബെനിഫിറ്റുകൾ ക്ലെയിം ചെയ്യാൻ പറ്റൂ എന്നൊരു പുതിയ പ്രപ്പോസലും വിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രപ്പോസലിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് രേഖപ്പെടുത്താം, നമുക്ക് ചർച്ച ചെയ്യാം. വരും ദിവസങ്ങൾ നോക്കാം ഇന്നത് ഏതൊക്കെ നടക്കും ഏതൊക്കെ നടക്കത്തില്ല. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.